ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് തെറാപ്പിയുടെ ഒരു ദിവസമാണ്. അപ്പം ഞാനും മോളും കൂടി തെറാപ്പിക്ക് പോവുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തി ബസ്സെല്ലാം കയറി. സീറ്റെല്ലാം ഉണ്ട്, അതിനെ വലിയ തിരക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ എനക്കും മോക്കും പോവാൻ തീരെ ഒട്ടും മൂടില്ല. എന്ന് വെച്ചാൽ വെയിലും ഭയങ്കര ചൂടല്ലേ. അവിടെ മോളും കൂട്ടി പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി മടിയിലെ ദിവസമായിരുന്നേ. പക്ഷേ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നേ. തെറാപ്പിക്ക് പോയിട്ട്, അതായത് ഞാൻ തെറാപ്പിക്ക് പോയിട്ട് വന്ന ശേഷമാണ് ഇത് വോയിസൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പറശ്ശിനിക്കടവിലേക്ക് നേരിട്ടുള്ള ബസ്സിനാണ് കേട്ടോ ഞാൻ കയറിയത്. അതുകൊണ്ട് സീറ്റും ഉണ്ടായിന്, അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട. മോക്ക് തെറാപ്പിയിലെ ദിവസം പൊന്നൂസിന് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ ഒളിച്ചിരി വൈകിട്ടാണ് എണിക്കൽ. അപ്പം ഞാൻ രാവിലെ തന്നെ എണിപ്പിക്കലുണ്ട്. രാവിലെ എപ്പോഴും ഒരു ഉറക്കം തോന്നിയ പോലെ തന്നെ ഉണ്ടാവില്ല. ഇപ്പം ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും എൻ്റെ മടിയിൽ നല്ലൊരു ഉറക്കെല്ലാം കഴിയലുണ്ട്. അപ്പോൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊന്നൂസിന് നിർത്തിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കോർണറിൽ നിർത്തിച്ച സമയത്ത് ഗേറ്റസ് ഒന്നും ഇടാതെ തന്നെ നിർത്തിച്ച സമയത്ത് കുറച്ച് സമയം നിൽക്കുന്നുണ്ടായിനെ. ഇത് എനിക്ക് വലിയൊരു എന്താ പറയുക സന്തോഷമായിരുന്നു. ഗേറ്റസ് ഒന്നും ഇടാണ്ട് മോള് കുറേ സമയം ഇങ്ങനെ നിന്നിട്ടുണ്ടായിന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് കുറച്ച് സമയം നിന്നിട്ടുണ്ടായിന്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കലുണ്ടായിന്. ഇന്നിപ്പം കുറച്ച് അധിക സമയം നിന്നിട്ടുണ്ടായിന്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഇന്ന്. ഇങ്ങനെ ഞാൻ കുറച്ച് സമയം നിർത്തിച്ചിട്ടുണ്ടായിന്. അപ്പം വലിയ വീഴാൻ പോകുന്ന പോലെ ഒന്നും ഉണ്ടായിട്ട. കുറേ സമയം ഞാൻ പിന്നെ എണിച്ച് നിർത്തിയിട്ടൊക്കെ നിർത്തിപ്പിച്ചു. ഞാൻ കുറേ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിനെ. കുറച്ച് സമയം നിർത്തിയ ശേഷം ഞാൻ പിന്നെ കുറച്ച് സമയം വിചാരിച്ചു ഇരുത്തിപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ കോർണറിൽ ഇങ്ങനെ ഇരുത്തിച്ചിട്ടുണ്ടായിന്. ഇരിക്കാനൊക്കെ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം ഇരിക്കുന്നെല്ലാം ഉണ്ട്. അപ്പം തെറാപ്പിയും കാര്യമെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം അതെല്ലാം തിന്നാൻ കൊടുത്ത ശേഷം പിന്നെ കുറച്ച് സമയം ഉണ്ടായിന്. ബസ്സിൻ്റെ സമയം ആയിട്ടുണ്ടായിട്ട. ബസ് വരാൻ വേണ്ടിയിട്ട് ഇനിയും കുറേ സമയമുണ്ട്. അതുകൊണ്ട് ഞാനും മോളും കൂടി കുറേ സമയം അവിടെ ഫിസിയോ റൂമിൽ തന്നെ ഇരുന്നു. ഭയങ്കര വെയിലെല്ലാം ആയതുകൊണ്ട് പിന്നെ ഇപ്പോഴേ പോകണ്ടെന്ന് വിചാരിച്ചു. 1:50 ബസ്. അപ്പോൾ ഒരു 1:40 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം കുറവില്ലതുകൊണ്ട് തന്നെയും ഞാൻ വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതില്ല. അപ്പം വീട്ടിലത്തെ കാര്യങ്ങളായാലും മോളെ കാര്യങ്ങളെല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ സമയം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഇടുന്നതും കുറവാണ്. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയമായതുകൊണ്ട് തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിട്ടേ ഉള്ളത്. ഇവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കേണ്ട സമയമേ അപ്പോഴത്തേക്കും പിന്നെ ബസ് വരും. അപ്പം മോളം കൂട്ടിയിട്ട് ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്റ്റോപ്പ് വെച്ചാൽ സ്നേക്ക് പാർക്ക് സ്റ്റോപ്പാണ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് സ്റ്റോപ്പ്. ബസ്സെല്ലാം വന്ന് ഞാൻ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 3 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മളെ നാട്ടിലെത്തുക, പയ്യന്നൂരിലേക്ക്. അതുവരെ ബസ്സിലിങ്ങനെ ഇരുന്നോളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഉറക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഉറങ്ങും. അപ്പോൾ എനിക്കും ഉറക്കെല്ലാം വരും. പക്ഷെ രാവിലെ പോകുന്നതുകൊണ്ട് ബസ്സിലിരുന്ന് കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഉറക്കം അങ്ങ് വരും. പിന്നെ വീട്ടിൻ്റെ അടുത്തെത്താനായി. അപ്പം ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കുകയാണ്. അപ്പം ഞാൻ വരുമ്പോൾ മോൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിന്. ഭക്ഷണമെല്ലാം പൊന്നൂസിന് കൊടുത്തിട്ട് ഞാനും കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.